അബു, നീ എന്തേന്ന് നേരത്തെ? എന്ന് വിഷ്ണു ഇല്ലേ? ഓൻ വരുന്നുണ്ട്, ഞാൻ കുറച്ച് നേരത്തെ പോന്നതാ. ഹോ, ഇന്നെങ്കിലും നീ നേരത്തെ എത്തിയല്ലോ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ വന്നേ. സന്തോഷമുള്ള കാര്യോ? അതെന്താ മിസ് ഇവിടെ പോവാ? അതൊന്നും അല്ല. പിന്നെന്താ, ചിക്കൻ ബിരിയാണി കൊടുക്കുന്നുണ്ടോ? നീ പിന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് സ്കൂളിലോട്ട് വരുന്നേ. ഇത് അതൊന്നും അല്ല. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം മിസ്. എന്നാ ദേവ് ഒന്ന് പറഞ്ഞേ. ഓണപരിപാടിയല്ലേ? ഗുഡ് ഗേൾ. ഓണപരിപാടി തന്നെ. ഇപ്രാവശ്യം നമ്മുടെ സ്കൂളിലെ നല്ല ഗ്രാൻഡ് ആയിട്ട് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ 2 സ്കൂളിലെ പരിപാടിയും നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ പ്രോഗ്രാംസ് ഒക്കെ കുറച്ചുകൂടി ഉണ്ടാവും. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പൂക്കള മത്സരമൊക്കെ ഇല്ലേ? പൂക്കളില്ലാതെ എന്തോന്ന് ഓണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ 2 ടീമായിട്ട് നമുക്ക് തിരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ തന്നെ ടീം ആയിക്കോളാം മിസ്. നിങ്ങൾ ടീമാവൊന്നും വേണ്ട, ഞാൻ തന്നെ ടീം ആക്കിക്കോളാം. വേണ്ട മിസ്, ഞങ്ങൾ ടീം ആയിക്കോളാം. അതെ മിസ്, പ്ലീസ്. എന്നാ ശരി, നിങ്ങൾ തന്നെ ടീം ആയിക്കോ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ടീമിന്റെ കാര്യം പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ഇല്ല മിസ്. 5 പേരാണ് ഒരു ടീമിൽ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ടീം ആവുക. പിന്നെ ഒരു കാര്യം, ശബ്ദം ഉണ്ടാക്കരുത്. നോക്ക് ചാരു, എല്ലാ മത്സരത്തിലും നമുക്ക് തന്നെ ഫസ്റ്റ് എടുക്കണം. ശരിയാ, ആ ചിഞ്ചുവിനെയും ഗ്യാങ്ങിനെയും നമുക്ക് തോൽപ്പിക്കണം. ഈ പൂക്കള മത്സരത്തിൽ എന്തായാലും നമ്മൾ കൊണ്ടുപോകും. അവരെ നമുക്ക് ഈ പരിപാടിയിലൂടെ അങ്ങോട്ട് ഒതുക്കാം. അത് ശരിയാ. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ കൊതിയാവുന്നു. ഞാൻ ഇത്രയും കാലം സ്കൂളിലൊന്നും ഇങ്ങനെ ആഘോഷിച്ചിട്ടേ ഇല്ല. ദേവുന് ഇപ്രാവശ്യം ആദ്യത്തെ ഓണാവൂലേ സ്കൂളില്? അതെ അതെ, എനിക്കതിന്റെ എക്സൈറ്റ്മെന്റ് നന്നായിട്ടുണ്ട്. ദേവു, നീ നന്നായിട്ട് പാട്ട് പാടില്ലേ? ചെറുതായിട്ടൊക്കെ എനിക്കറിയാം. എന്നിട്ടാണോ? എന്നാ നമുക്ക് ഓണപ്പാട്ട് മത്സരത്തിലും പങ്കെടുക്കാം. തവണ ഫസ്റ്റ് നമുക്ക് പിടിക്കണം. അത് പിന്നെ പറയാനുണ്ടോ ചിഞ്ചു? മിസ് പറയുന്നത് 5 പേര് വേണമെന്നല്ലേ? നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിൽ ചേരട്ടെ? അയ്യോ, എന്റെ പൊന്നു മോനെ വേണ്ടായേ. ഇജയ് ആ പിങ്കിന്റെ കൂടെ കൂടിക്കോ. ഇത് ശരിയാ, നിന്റെ ഈ കുരുട്ട് ബുദ്ധിക്ക് അതാ നല്ലത്. ഞാനിപ്പോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഞാൻ നല്ല കുട്ടിയായി. വേണ്ട മോനെ, നീ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആമി, മറക്കണ്ടോ, നാളെ നമുക്ക് പൂ പറിക്കാൻ പോണം. ഞാൻ രാവിലെ തന്നെ നിന്റെ വീട്ടിൽ വരാം. രാവിലെ തന്നെ നീ എങ്ങനെ പുറത്തിറങ്ങാനാ? നിന്റെ കതീസുമ്പോ സമ്മതിക്കോ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വെട്ടിച്ച് പോകുന്നുണ്ട്. ഓണപ്പൂക്കളത്തിന്റെ ഡിസൈൻസ് ഒക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണേ. ഞാൻ നോക്കിയിട്ട് സെൻഡ് ചെയ്ത് തരണ്ടേ. അതിന് നല്ലത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ പൂക്കളൊക്കെ നല്ല പൂക്കൾ വേണം കേട്ടോ. നമുക്ക് നല്ല ഫ്രഷ് പൂക്കൾ തന്നെ പറിക്കാലോ. പിന്നെ ഒരു കാര്യം, മിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള പൂക്കളൊക്കെ ആണല്ലോ വേണ്ടത്. അത് ശരിയാ, കടയിൽ നിന്ന് വാങ്ങിയ പൂക്കളൊക്കെ ആയാലും മാർക്ക് കുറയെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല, എന്റെ പേരിൽ കുറെ പൂക്കളുണ്ട്. ഞാനേ വല്യമ്മ കാണാതെ വല്ല പറിച്ചാൻ പറ്റുമോ നോക്കട്ടെ. ആമി, നിനക്ക് അടി കൊള്ളാതെ നോക്കിക്കോ. നേരെ ഇരുട്ടി തുടങ്ങി, നീ വേഗം പൊക്കോ. നിങ്ങളും വീട്ടിൽ പോട്ടെ. ശരി ആമി, ബൈ. അപ്പൊ നാളെ കാണാം. ശരി. ദേവു, ദേവു, നീ എവിടെയാ? വേഗം വാ, ഞാൻ വരുന്നു. എന്താ ചിഞ്ചു, എന്ന് നേരത്തെ തന്നെ എണീറ്റു? അത് പിന്നെ അമ്മ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ സ്കൂളിലെ ഓണപരിപാടിയാന്ന്. ഞാനതങ്ങ് മറന്നു. അതിനെന്തിനാ ഇത്ര നേരത്തെ പോകുന്നേ? ഈ അമ്മയുടെ ഒരു കാര്യം, അതിനല്ല. ഞങ്ങൾക്ക് പൂക്കള മത്സരമുണ്ട്. അപ്പൊ പൂ പറിക്കാൻ പോവാ. അതിന് ഇവിടെ എവിടെയാ പൂവ്? ഞങ്ങളെ പാടത്തും പറമ്പിലൊക്കെ പോയി നോക്കട്ടെ, അവിടെയൊക്കെ കാണുമല്ലോ. അവിടെയൊക്കെ പോകുന്നത് കൊള്ളാം. അവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചോണേ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ. ദേവു, നീ വരുന്നുണ്ടോ? ഞാനെത്തി. മമ്മി നമ്മളെ പാടത്ത് കാത്തു നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോവാ അമ്മേ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി മക്കളെ. സമാധാനമായി, വല്യമ്മ ഉറങ്ങാന്നാ തോന്നുന്നുണ്ട്. മെല്ലെ ദില മുങ്ങ. എന്റെ ബാക്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ? അല്ലോ, ഇജ്ജത്തിന് എന്റെ വയറ്റിൽ വരണ്ടേ? നീ എവിടെ പോണ്ടേ? ഞാൻ എവിടേക്കെങ്കിലൊക്കെ പോകും. അതൊക്കെ തന്നോട് പറഞ്ഞിട്ട് വേണം. ഇന്നോട് പറയണല്ലോ. ഞാനേ എന്റെ ആങ്ങളാണ്. ആങ്ങള ഒരു വലിയ ആങ്ങള വന്നിക്കണ് വെറുതെ മനുഷ്യനെ നേരം വെക്കിച്ചാന്. ഇന്ന് പൊയ്ക്കാടുന്നേ. ഞാനും പോരും എന്റെ കൂടെ. കുട്ടാപ്പി വെറുതെ കളിക്കല്ലേട്ടാ. ചിഞ്ചും ദേവുന്നോടെ കാത്തു നിൽക്കണേ. ഞങ്ങൾക്ക് പൂക്കള മത്സരത്തിന് പൂ പറിക്കാൻ പോവാ. ഞാന് പിന്നെന്താ, ഞാനും എന്റെ കൂടെ പോരാ. എന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂല, ഞങ്ങൾ പാടത്തൊക്കെയാണ് പോണത്. എന്നാ പിന്നെ ഞാൻ വല്യമ്മാനെ വിളിച്ചോളാം. ഇവനെ കൊണ്ട് വല്ലാത്തൊരു തൊന്തരവായല്ലോ. എന്നെ കൊണ്ടുപോകണോ? അത് ഞാൻ വല്യമ്മാനെ വിളിക്കണോ? എന്നാ ഈ പോര്. ഒരു കാര്യം പറഞ്ഞരാ, ഒച്ച ഉണ്ടാക്കല്ലേ. വല്യമ്മ നീച്ചു. ഞാൻ മെല്ലെ പോന്നോളാം. എന്നിട്ട് വന്നാല് എവിടുക്കാ രണ്ടാളും പോണ്ട്? പടച്ചോനെ വല്യമ്മ. ആമിന, എന്താ എവിടുക്കാച്ച് പനി കൂട്ടി നേരത്തെ പോണ്ടത്? പുപ്പോ? എന്ത് പുപ്പു? ഇത് പിന്നെ വല്യമ്മ, ഞങ്ങൾക്കൊന്ന് സ്കൂളിലെ ഓണപരിപാടിയാണ്, അതിന് പൂ പറിച്ചാൻ പോവാ. എന്റെ റബ്ബേ, ഓണപ്പൂക്കളിടാനോ? എത്താമിന എന്റെ ഒരു കഥ. അല്ലെങ്കിൽ ഈ പൂക്കളിടാൻ ഈ നേരത്തെ പൂ പറിച്ചാൻ പോണ്ടേ? അങ്ങോട്ട് നോക്കാച്ചി പുറത്തേക്കൊന്ന് എന്തോ ഒരു ഇരുട്ടാണ്. വെളുക്കണല്ലോ, ഇപ്പൊ തന്നെ പോ നിക്ക. അല്ല എന്നിട്ട് എവിടുക്ക പൂ പറിച്ചാൻ പോണ്ടേ? ഞങ്ങള് ആ കണാരേട്ടന്റെ അവിടുത്തെ പാടല്ലേ, ഉടുക്കാണ്. ഈ പേപ്പൈക്കുള്ള സമയത്താണ് ഞാൻ അങ്ങോട്ട് പോണത്. ആ നായ്ക്കൾ അങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിലേ. ജൊറ്റക്ക് പോണ്ട, ഞാനും പോരാ. നിങ്ങൾ പോരണ്ട. അതെത്താ ഞാൻ പോന്നാലേ? എന്നെ നീ എങ്കതൊന്നും എങ്ക പോക വിട മാട്ടെ. ആമി, കൂടെ കൂട്ടിക്കോ. സ്വഭാവമൊക്കെ നാഗവലിയുടേതായി മാറുന്നുണ്ട്. നിങ്ങൾ പോരി. ഞാനൊപ്പം ഉണ്ടായാലേ ഒരാളും നിങ്ങളൊന്നും ചെയ്യൂല. ധൈര്യമായിട്ട് നടന്നൂടെ മുന്നിക്ക്. ദേവു, ദേ നോക്ക്. അയ്യോ, കദീസുമ്മ ഉണ്ടല്ലോ കൂടെ. അല്ല, ആരിത് കദീസുമ്മയോ? ഞങ്ങൾ കൊറേ നാളായി കണ്ടിട്ട്. അതിന് നിങ്ങൾക്ക് ആ ബൈക്കൊക്കെ വരാൻ സമയം ഉണ്ടെങ്കിലല്ലേ. എന്റെ അമ്മ മിനിനും കാണില്ലല്ലോ ആ ബൈക്ക്. ഒക്കെ എന്തേ എന്നോട് ഈറ? അത് പിന്നെ അമ്മയ്ക്ക് അവിടെ അച്ഛമ്മ ഉണ്ടേ, അതാ. അതെന്തേ എന്റെ അച്ഛമ്മക്ക് എന്തേ നടക്കാനൊന്നും പറ്റൂലേ? അല്ല, അതുകൊണ്ടല്ല. അച്ഛമ്മ ഉണ്ടാകുമ്പോ പിന്നെ അമ്മ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. എന്റെ അച്ഛമ്മനോട് പറഞ്ഞാണ്ടി കദീസും അന്വേഷിച്ചിനൂന്ന്. ഒരു സാണ്ട് വരാൻ പറയണ്ടി.
ആ ശരി, ഞാൻ പറഞ്ഞോണ്ട്. അല്ല കദീസുമ്മ എങ്ങോട്ടാ? കടയിലോട്ടാ? കടീക്കാ എത്തിനേ? ഞാനേ നിങ്ങളപ്പം പുകർച്ചാൻ പോരാ. പുക? അതെന്താ ചിഞ്ചി പുക്? മിണ്ടല്ലേ പൂവിനാണ് പറയുന്നത് പുകന്ന്. ആ അത് ശരി. എത്തഞ്ഞ് നോക്കിക്കണ്ടതേ, ഞങ്ങളുടെ നടന്നോളി. ഇവിടെ നിറയെ പൂക്കളുണ്ട്. എത്തഞ്ഞിപ്പോ എല്ലാരും നോക്കി നിൽക്കേണ്ടതേ, ഞാൻ പറിച്ചോളി. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ ചിഞ്ചു? ഹാ, ഇങ്ങനെയുള്ള പൂക്കളാ മിസ് വേണമെന്ന് പറഞ്ഞ്. നമുക്ക് പൂക്കളത്തിന് നടുവിൽ വെക്കാൻ ഒരു ആമ്പൽപ്പൂ വേണ്ടേ? ആ അത് ശരിയാ, നടുവിൽ വെക്കാൻ നമുക്ക് അത് എടുക്കാം. അതിന് ആമ്പൽപ്പൂ കിട്ടാൻ കുളത്തിൽ പോണ്ടേ? അതിവിടെ അടുത്തൊരു കുളമുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതെത്താ കുട്ടികളെ നിങ്ങൾ അവിടെ നിന്ന് തിരുന്നത്? ഇവിടെ നമ്മൾ കുറേ പൂക്കള്. ഇതങ്ങോട്ട് പറിച്ചോക്കാണി. നമ്മുടെ പൂക്കട്ടയിൽ കുറെ പൂവായല്ലോ, ഇനി നമുക്ക് പൂ വേണ്ട. അത് ശരി, ഇനിയും വേണം പൂവ്. ഈ കുച്ചിരി പൂവുണ്ടെങ്കിൽ എത്ത് കാട്ടാനാ? അതല്ല വല്യമ്മ, ഞങ്ങൾക്ക് ആമ്പൽപ്പൂവും വേണം. നിങ്ങൾക്ക് ഓണടാൻ ഈ പൂ മതിയാ? ആമ്പല് വേണം നടുവിൽ വെക്കാൻ. എത്തിന്റെ നടുവിൽ വെക്കാനേ? പൂക്കളത്തിന്റെ നടുവിൽ വെക്കാനേ? അത് ഞാൻ നിന്നാ പോരെ പൂക്കളത്തിന്റെ നടുവില്? നിങ്ങൾ നിർത്താനേ? ഒലിക്കേ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടാനാ, അല്ലാതെ ലാസ്റ്റ് കിട്ടാനല്ല. വേണ്ടെനിക്ക്. എന്നാ പോരി, നമുക്ക് ആമ്പലം എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. ആ കണാന്റെ പേരിൽ കുറെ പൂക്കളുണ്ട്, നമുക്ക് പോണ വഴിക്കേ അവിടെ ഒന്ന് കയറി നോക്കാം. നോക്കിക്ക്, എന്തോരം ആമ്പല. ശരിയാ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനേ. ഓ, ഇത് കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നില്ല. നമ്മളിതെങ്ങനെ എടുക്കുക? അത് ശരിയാ, വെള്ളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുക്കണ്ടേ? കദീസുമാക്ക് എടുക്കാൻ പറ്റുമോ? ആ ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇതിപ്പച്ച അങ്ങോട്ടാണ് എത്തുങ്ങോട്ട് തോന്നുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റും കദീസുമ്മ, കുറച്ചും കൂടി അങ്ങോട്ട് താ നോക്കി. അവന്റെ പൊന്നാര കുട്ടി അത് കയ്യൂലട്ടാ. നിങ്ങളെ കൊണ്ടല്ലാതെ ഈ നാട്ടിൽ ആർക്കും അല്ലെങ്കിൽ പറ്റുക? ആ അതൊക്കെ ശരി തന്നെയാണ്, എന്നെ കൊണ്ടല്ലാതെ അതൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാ പിന്നെ നിങ്ങൾ നല്ലോണം നിങ്ങളുടെ കൊമ്പിട്ടാളി. അത് എന്റെ പഠിച്ചോനെ. അയ്യോ വീഴല്ലേ. അവന്റെ പഠിച്ചോനെ കാത്തു, ഒന്നും പറ്റിയില്ലല്ലോ. ശരി, ഇതിന് പേര് പത്ത് പറ്റാനാണ്. അടുപ്പിലൊരു പുകർച്ചല് കിളക്കാതെ നടന്നുകൂടി ഭരിക്കും. ആദ്യം ഓണ പരിപാടിക്കാം. നിങ്ങൾ എല്ലാരും കൂടി ഞാൻ തള്ളിയിടാൻ വേണ്ടിയിട്ടല്ലേ ഏത് പറിച്ചാൻ പറഞ്ഞത്? ഇപ്പൊ കദീസുമ്മേനല്ലേ പറഞ്ഞേ ഞാൻ പറിച്ചോളാന്ന്? ആ വില്ലേജിന്റെ പിരി കയറ്റി വിട്ടതുകൊണ്ടല്ലേ ഞാൻ പറിച്ചാൻ നിന്നത്. എന്റെ പുക. ആയ്, നല്ല ഭംഗിയുള്ള ആമ്പൽപ്പൂവ്. പൂക്കളത്തിന് ഇത് വെച്ചാൽ നമുക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ്. ഇത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പേരുടെ സ്കൂൾക്ക് ആൺചരങ്ങല്ലത്തിന്. ഇന്നലെ നമുക്ക് വരിക്ക് പോവല്ലേ? പോവാനായിട്ടില്ല. ആ നാരായണന്റെ വരിയില് കുറെ പൂവുണ്ട്, അവിടുന്ന് കുറച്ച് പൂ എന്തായാലും പറിച്ചണം. ഇതിന്റെ ആവശ്യം ഇല്ല. ഇതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല ഞാൻ തീരുമാനിച്ചോണ്ട് ചിലക്കാതെ കൂടെ നടന്നുകൂടി. ഇല്ലെങ്കിലും അവന്റെ പെണ്ണുങ്ങളെ രമണി ഒരു മനസ്സിനൊരു മുതലും കൊടുക്കൂല. കാണിച്ചറ ഞാൻ ഓളെ പെരീത്തെ പുക മുഴുവൻ നടിച്ചു തുടച്ച് കൊടുന്നിട്ട് തന്നെ ബാക്കി കാര്യം. ഇനി അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ കദീസുമ്മ? നിങ്ങളെല്ലാരും ചിലക്കാതെ കൂടെ നടന്നാൽ മതി. ഈ കദീസുമ്മനെ വരച്ചാൻ വേണ്ടി നിങ്ങൾ ആരും ആയിട്ടില്ല. രമണി അവരിവിടെ ഇല്ലെന്നാ തോന്നുന്നത്. നമുക്ക് പോകാം. ഓളെ ഇന്റെ ഒച്ച എടുക്കാൻ മുണ്ടാതെ ഉത്തരകരൗത്ത്. രാവിലെ തന്നെ? ആ കണാരനാ, ഇത് ഞാനാ കദീസുമ്മ. കുറച്ച് പൂക്ക് വേണം. പൂവോ? എന്തിനാ? ചോലത്തി തിന്നാനേ, അതിനല്ലേ സാധാരണ പൂകൊണ്ടോല്. ഓ അത് ശരി, കദീസുമ്മ ഇപ്പൊ പൂവാണോ തിന്നുന്നേ? ഓ പൊന്നാരന്റെ മനസ്സായില്ല, ഈ കുട്ടിയാക്കെ സ്കൂളിൽ ഓണപരിപാടിയാണ്, അതിനാണ്. ആ അത് ശരി, അതിനിപ്പോ രമണിയോട് ചോദിച്ചു നോക്ക്. അതെന്തേ, എനിക്ക് തരാൻ പറ്റൂല? അയ്യോ, അവളാ ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നേ, പിന്നെ ഞാൻ എങ്ങനെയാ ഇതെടുത്ത് തരുന്നേ? ആ ഓളോട് ഇപ്പൊ ചോദിച്ചാൽ ആവശ്യമൊന്നുമില്ല, ഇച്ച വണ്ടിയുടെ ഇതിനടുത്തുണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവളെങ്ങാൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇട്ട് തല്ലിക്കൊല്ലും. അത് ശരി, എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ എനിക്ക്. ഇല്ല, ഓൾന്നിട്ട് എവിടെക്കോയതാ? അവളിതേ അമ്പലത്തിൽ പോയതാ, ഇപ്പൊ വരും. എന്താ ഇവിടെ ഒരു ബഹളം? ആ ഇജിന്നെ പേടിച്ചിട്ട് ഒളിച്ചു നിൽക്കില്ലടി. ആരിത്? കദീസുമ്മയോ? കദീസുമ്മ ഈ വഴിയൊക്കെ മറന്നു എന്ന് വിചാരിച്ചിരുന്നു ഞാൻ. അത് ശരി, ഈ ബജ്ജ അങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ. ഇവര് രണ്ടുപേരും എന്തോ മുൻവൈരാഗ്യം ഉണ്ടെന്നാ തോന്നുന്നേ. ആ അത് തീർക്കാൻ തന്നെയാണ് വല്യമ്മ ഈ വൈക്ക് വന്നിക്കണത്. അതെന്താ? അതെ, കുറച്ച് മുന്നേ ഈ രമണി ചേച്ചി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ഉരുളി കൊണ്ടുപോയിരുന്നു. അത് ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല. വല്യമ്മ കുറേ നാളായി ചോദിക്കുന്നു, പക്ഷെ അവരത് തരുന്നുമില്ല. അപ്പൊ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാ നമ്മളെ ഇങ്ങോട്ടും കൂട്ടി കൊണ്ടുവന്നു. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇജയ് എന്റെ ഉരുളി കൊണ്ടേക്കാണ്ടേ ഇത്ര കാലായി ഇതുവരെ ഇത് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടു തന്നതാ, നിങ്ങൾ കാണാത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? അത് ശരി, ഇജാ എന്റെ കജ്ജി തന്നേക്കണം. ഇജോടെ പെരി കൊണ്ടുവന്ന് മണ്ടിക്കാണ്ട്. ഞാൻ നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് വെച്ചതല്ലായിരുന്നോ? അവിടെ നിന്ന് ആരെയും എടുത്തോണ്ട് പോയതാവും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. അവരിപ്പോ വന്നത് ഈ മക്കൾക്ക് കുറച്ച് പൂവിന് വേണ്ടിയിട്ടാ. ഓ അത് ശരി, ഞാൻ നട്ടുപിടിപ്പിച്ച പൂവിന് വേണ്ടിയിട്ടാണല്ലേ ഇങ്ങോട്ട് വന്നേ? ആഹാ, അത് കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. അതിനാരായിട്ട് എന്നോട് ചോദിച്ചേ? ഇഷ്ടമുള്ളത് ഞാൻ ഇവിടെ നിർത്തുണ്ടോ? എന്റെ പൊന്നു രമണി, കുറച്ച് പൂവ് ആ കൊച്ചുങ്ങൾക്ക് അങ്ങ് കൊടുത്തേക്ക്. ആ ഇച്ചാരാ ഉദാരൊന്നും വേണ്ട, ഞാൻ ഇച്ച് മാണ്ടി നിർത്ത് കൊണ്ടുപോകും. അതിനിപ്പോ എന്തിനാ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നേ? കദീസുമ്മ വാ, നമുക്ക് അപ്പുറത്ത് പോയിട്ട് കുറച്ച് പൂ പറിക്കാം. അതിനപ്പുറത്ത് എനിക്ക് അവിടെ പോവ്. അതെ, ഞാനേ അപ്പുറത്തെ തൊടിയിലെ കുറച്ച് മല്ലികപ്പൂ നട്ടായിരുന്നു, അവിടെ കുറേ പൂ ഉണ്ടായിട്ടുണ്ട്. അത് വേണേ കുറച്ച് കൊണ്ടുപോവാ. ആ എനിക്ക് പിന്നെ പേടിക്കണ്ടല്ലേ? ഹാ, എന്നാ അങ്ങോട്ട് നടന്നോളൂ. നിനക്കെന്റെ പൂ വേണല്ലടി? അല്ല എന്റെ പഠിച്ചോനെ, എനിക്കിനി എന്റെ പൂ വേണോ? അല്ല എന്താ ആരോ വെള്ളത്തിൽ വീണ ശബ്ദം കേട്ടേ? ഒക്കെ പൂ വേണത്രേ, പൂവ്. കദീസുമ്മ എവിടെ? അയ്യോ മരഭൂതം. അയ്യോ, ഇതെന്ത് പറ്റിയതാ? ഈ കുരുത്തം കെട്ടവളെന്നെ ചാണക്കുഴിയെ കൊണ്ട് തള്ളി. അയ്യേ, വെറുതെ അല്ല ഇവിടെ ആകെ നാറുന്നേ. ഓ ശരിയാണ്, എന്തൊരു നാറ്റം. എന്റെ കുട്ടികളെ ഒന്ന് കൈ തന്നിട്ട് പോയിക്കോളി നിങ്ങളെല്ലാരും. അയ്യോ, ഞങ്ങളെ കൊണ്ടൊന്നും വയ്യേ, ഓടിക്കോ. ഈ രമണിയോട് കളിച്ചാലേ ദേ ഇങ്ങനെ ഇരിക്കും.